നസ്കർ മോഹൻലാൽ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അഭിനയ ചക്രവർത്തിയാണ്. മോഹൻലാലിൻ്റെ അഭിനയ ചാരുതിയെക്കുറിച്ച് മറ്റു ഭാഷകളിലെ മഹാനടന്മാർ, രജനീകാന്തും കമൽഹാസനും അടക്കമുള്ള മഹാനടന്മാർ, ഷാരൂഖ് ഖാനും അടക്കമുള്ള മഹാനടന്മാർ പറയാറുണ്ട്. അത്രയ്ക്കും മനോഹരമായി അഭിനയിക്കുന്ന ജനങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ്. ആ ലാലേട്ടൻ സിനിമയിൽ അഭിനയിക്കും, പരസ്യത്തിൽ അഭിനയിക്കും, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അദ്ദേഹം എത്ര കോടി കിട്ടിയിട്ടാണെങ്കിലും നാടിന് വേണ്ടാത്ത പിണറായി വിജയനെ പോലൊരു ദുഷ്ടമനുഷ്യനെ കുറിച്ച്, ആ ദുഷ്ടമനുഷ്യന് വേണ്ടി ഇങ്ങനെ ഒരു നാടകത്തിൽ പങ്കെടുത്തത് സഹിക്കാൻ കഴിയുന്ന കുറ്റകൃത്യമല്ല. നമ്മൾ പലപ്പോഴും നോ പറയാൻ പഠിക്കണം ചില സാഹചര്യങ്ങളിൽ. മോഹൻലാൽ ഇവിടെ നോ പറഞ്ഞില്ല. പിണറായി വിജയനെ പോലെ ജനം വെറുത്തിരിക്കുന്ന ഒരു ഭരണാധികാരി ഇവിടെ തുടരുക എന്ന ലക്ഷ്യത്തിൽ പത്മഭൂഷൺ കിട്ടുമ്പോഴും ദാദാ സാഹിബ് ഫാൽക്കെ കിട്ടുമ്പോഴും അത് സംഖ്യ ആയതുകൊണ്ട് കിട്ടുന്നു, മമ്മൂട്ടി സംഖ്യ അല്ലാത്തതുകൊണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ഈ കമ്മിക്കൂട്ടങ്ങളുടെ നേതാവിന് വേണ്ടി, നാടു നശിപ്പിച്ച ഭരണാധികാരിക്ക് വേണ്ടി, എല്ലാ ദുഷ്ടത്തരങ്ങളുമുള്ള ഒരു മനുഷ്യന് വേണ്ടി അയാളെ വെള്ള പൂശാൻ, പുട്ടിയിടാൻ മോഹൻലാൽ കൂട്ടുനിന്നു എന്നത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്ന കുറ്റകൃത്യമല്ല. ഇതിലൊരു ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയണം. സെൻകുമാർ പറഞ്ഞ ചോദ്യമാണ്. മോഹൻലാൽ സൗജന്യമായി പിണറായിക്ക് വേണ്ടി ഇത്രയും സമയം മെനക്കെടുത്തി ഇന്റർവ്യൂ എടുക്കില്ല. പല ക്യാമറകളിൽ നിന്നും പല കോണുകളിൽ നിന്നും പിണറായിയുടെ വീട്ടിൽ പോയി എടുത്ത ഇന്റർവ്യൂ ആണ്. 1 മണിക്കൂർ എഡിറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ എത്ര മണിക്കൂർ മോഹൻലാൽ ഇതിനു വേണ്ടി ചെലവഴിച്ച് കാണും? ഒരു ദിവസം മുഴുവൻ മോഹൻലാലിനെ ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് അമ്മ മരിച്ചതിൻ്റെ വേദനയും ദുഃഖവും ഒക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം മോഹൻലാലിനെ ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. എത്ര കോടി രൂപയായിരിക്കും മോഹൻലാൽ പ്രതിഫലം വാങ്ങിയത്? ഒരു പരസ്യത്തിൽ 1 സെക്കൻഡ് അഭിനയിക്കാൻ മോഹൻലാൽ വാങ്ങുന്നത് കോടികളാണ്. അപ്പോൾ 1 മണിക്കൂർ നീണ്ട ഒരു പരസ്യത്തിന് എത്ര കോടി രൂപ മോഹൻലാൽ പ്രതിഫലം വാങ്ങിക്കാണും? ആ പ്രതിഫലം ദയവായി മോഹൻലാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. ഈ പിണറായി എന്ന മനുഷ്യനെ വാഴ്ത്തിപ്പാടിയതിന് കിട്ടിയ പ്രതിഫലം തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മോഹൻലാലിൻ്റെ സമൃദ്ധി ഒഴിഞ്ഞുപോയെന്ന് വരാം, ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. അതുകൊണ്ട് ആ പണം കൈകൊണ്ട് തൊടാതെ അതേപടി പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട ലാലേട്ടന് ഇതുവരെയുള്ള ഈ സൽകീർത്തിയും ഇതുവരെ ലഭിച്ചിരിക്കുന്ന സമ്പത്തും ഒക്കെ ചിലപ്പോൾ പ്രതിസന്ധിയിലായെന്ന് വരാം. സെൻകുമാർ ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ? ഈ പരിപാടിയുടെ സ്പോൺസർ ആരാണ്? എന്തായാലും മലയാളത്തിന് മഹാനടൻ സൗജന്യമായി പരിപാടി ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇതും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണോ? 20 ഷോയ്ക്ക് എത്ര ചെലവായി എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് പറയാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ഏറ്റവും ആദ്യത്തെ വിഷയം അതാണ്. ഇതിന് ചെലവഴിച്ച പണം, മോഹൻലാലിന് കൊടുത്ത പ്രതിഫലം എവിടെ നിന്നാണ്? സൗജന്യം എന്ന് പറയാൻ കഴിയില്ല. എവിടെ നിന്നാണ് ഈ പ്രതിഫലം? മോഹൻലാൽ എന്തായാലും പിണറായി വിജയന് വേണ്ടി സൗജന്യമായി നുണ പറയാൻ വേണ്ടി വന്നിരിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. മോഹൻലാൽ പറഞ്ഞ ഓരോ വാക്കും നുണയാണെന്ന് മോഹൻലാലിനറിയാം. 30 വർഷമായി ആരാധനയോടെ കാണുന്ന മാതൃകാ പുരുഷൻ എന്നൊക്കെ മോഹൻലാൽ പറയണമെങ്കിൽ ആ ഓരോ വാക്കിനും പണം എണ്ണി കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം തട്ടിവിടാൻ മാത്രം വിഡ്ഢിയല്ല മോഹൻലാൽ. ഈ പണം എവിടെ നിന്നാണ്? ഇത് പരസ്യമല്ല, ഒരു അഭിമുഖമാണ് എന്ന് പറഞ്ഞാൽ അന്തം കമ്മികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. ഒരു അഭിമുഖമാണെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ വന്നതായിരിക്കണം. ഇപ്പോൾ ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ കൈരളി ചാനലിലോ ഇങ്ങനെ ഒരു അഭിമുഖം വന്നു എന്ന് കരുതുക. അപ്പോൾ നമുക്ക് പറയാം ഇത് PR ലക്ഷ്യത്തോടു കൂടി തെരഞ്ഞെടുപ്പ് സമയത്ത് എടുത്തതാണ് എന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും അതൊരു സ്പോൺസേഡ് നാടകമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെരഞ്ഞെടുപ്പിലാക്കി പാർട്ടി ചാനലിൽ ഒരു അഭിമുഖം കൊടുത്തു. പക്ഷെ ഇതെന്താ ചെയ്തിരിക്കുന്നത്? കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും, അതായത് എന്നും CPM വെല്ലുവിളിക്കുന്ന ഏഷ്യാനെറ്റിൽ തുടക്കമിട്ടു. ഏഷ്യാനെറ്റ് മുതൽ അങ്ങ് ജീവൻ TVയും ജയ് ഹിന്ദും വരെ, കോൺഗ്രസ് പാർട്ടിയുടെ ചാനലായ ജയ് ഹിന്ദും വരെ ഇത് കൊടുത്തു. ഇങ്ങനെ കൊടുക്കണമെങ്കിൽ തീർച്ചയായും അവർക്കും പ്രതിഫലം കൊടുത്തിരിക്കണം. കാരണം ഒരു അഭിമുഖം എടുത്ത് എല്ലാവർക്കും പങ്കുവെക്കുന്നു. ലോകത്ത് ഒരു ചാനലും അവരുടെ ഒരു അഭിമുഖവും മറ്റുള്ളവർക്ക് കൊടുക്കില്ല. എന്ന് മാത്രമല്ല, ആ അഭിമുഖത്തിൽ ഒരു ചിത്രം എടുത്താൽ പോലും അവർ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യും. അപ്പോഴാണ് എല്ലാവർക്കും വീതിച്ചു കൊടുക്കണമെങ്കിൽ ഇത് സർക്കാർ സ്പോൺസർ ചെയ്ത് സർക്കാർ റെക്കോർഡ് ചെയ്ത് കൊടുത്തതാണ്. വലിയ സിനിമക്കാരെയൊക്കെ വെച്ച് ചെയ്തതാവാം. അങ്ങനെ കൈമാറിയ ഇതിൻ്റെ ചെലവ് എവിടെ നിന്നെന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ആദ്യം അത് വിശദീകരിക്കണം. എന്തായാലും ഒരു കാര്യം പറയാം, 8 നിലയിൽ പൊട്ടിപ്പോയ ഒരു പരീക്ഷണമാണിത്. ഈ അഭിമുഖം കണ്ടിട്ട് പിണറായിക്ക് ഒരു വോട്ടെങ്കിലും കൂടുതൽ കിട്ടുമെങ്കിൽ, പിണറായിയുടെ ഇമേജ് ഗുണകരമാവുമെങ്കിൽ അവർക്കെന്തോ സാരമായ കുഴപ്പമുണ്ട് എന്നാണ് അർത്ഥം. എന്തെല്ലാം നുണകളാണ്! പിണറായി പറയുകയാണ്, എനിക്ക് ആരോടും പകയില്ല, ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിനും വിളിച്ച് ഒരു വാർത്ത മാറ്റുമെന്ന് പറയില്ല, ആരോടും എനിക്ക് വിരോധമില്ല, എൻ്റെ മനസ്സ് ശുദ്ധമാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, ഞാൻ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടില്ല. എന്തൊരു നുണയാണ്! ഇക്കാര്യത്തിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ. പിണറായി വിജയനെതിരെ നിരന്തരമായി വാർത്ത കൊടുക്കുന്നത് കൊണ്ട് എൻ്റെ ശബ്ദം അവസാനിപ്പിക്കാൻ വേണ്ടി പിണറായി ഗൂഢാലോചന നടത്തി ഇവിടുത്തെ പോലീസിനെ ഉപയോഗിച്ച് 100 കണക്കിന് കള്ളക്കേസെടുത്ത് ജീവിക്കുന്നയാളാണ് ഞാൻ.
എത്ര തവണ എന്നെ ജയിലിലടക്കാൻ ഗൂഢാലോചന നടത്തി. ദൈവം എൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട്, സാധാരണ മനുഷ്യർ എൻ്റെ കൂടെ ആയിരുന്നതുകൊണ്ട്, ലോകത്ത് ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നതുകൊണ്ട്, സത്യം മാത്രം ചെയ്യും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്നു. ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മാസവും 1-2 കേസാണ് വളഞ്ഞ വഴിയിലൂടെ എൻ്റെ മേൽ ഇപ്പോഴും ചുമത്തുന്നത്. എത്ര കേസുകളുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. 2023 ജൂൺ മുതൽ PV അൻവർ എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജന്മത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പോസ്റ്റർ ബോയ് ആയിക്കൊണ്ട് പിണറായി വിജയൻ നടത്തിയ നാടകം മാത്രം ആലോചിച്ച് നോക്കുക. എന്തൊരു ആരവമായിരുന്നു അന്ന്. ഒരു മതത്തോടും പ്രത്യേക വിരോധമോ വിദ്വേഷമില്ലാത്ത എന്നെ മുസ്ലിം വിരോധിയാക്കി മാറ്റി അതിന് കുടപിടിച്ചു CPM നേതാക്കളെല്ലാവരും. നിങ്ങളുടെ ഒരു MLA കൊണ്ട് SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസെടുപ്പിച്ചു. മാസങ്ങളോളം മാറി നിൽക്കേണ്ടി വന്നു. സുപ്രീം കോടതി വരെ പോരാടേണ്ടി വന്നു. സുപ്രീം കോടതി പോയി ജാമ്യം കിട്ടി തിരിച്ചു വന്നപ്പോൾ മറ്റൊരു കള്ളക്കേസ് കൂടി തന്നെ അറസ്റ്റ് ചെയ്തു. തുടർച്ചയായി സൈബർ ടെററിസം വരെ എൻ്റെ മേൽ ചുമത്തപ്പെട്ടു. സൈബർ ടെററിസം, ജീവപര്യന്തം തടവ് കിട്ടുന്ന സൈബർ ടെററിസം വരെ. ഇത് പിണറായി ശുദ്ധനായതുകൊണ്ടാ? എതിരെ വാർത്ത വരുന്നവരോട് പകയില്ലാത്തത് കൊണ്ടാ? വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു RSSകാരൻ്റെ ചോരയിൽ, അയാളുടെ ജീവനിൽ പിണറായി വിജയൻ പങ്കുണ്ടേ എന്ന് പോലീസ് വരെ പറഞ്ഞതാണ്. പിന്നെ സ്വാധീനം കൊണ്ട് അതെല്ലാം തേച്ചു മായ്ച്ചു കളഞ്ഞു. വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ TP ചന്ദ്രശേഖരൻ വരെയുള്ളവർക്ക് എന്ത് സംഭവിച്ചു, അതിന് പിന്നിൽ പിണറായിയുടെ താല്പര്യം എന്തേ എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ആരോടും പകയില്ല, ഞാൻ സാത്വികനാണ്, എനിക്ക് അമ്മയോടുള്ള വലിയ ഇഷ്ടമാണ്, എനിക്ക് മകളോട് വലിയ ഇഷ്ടമാണ്. നാണമുണ്ടോ ഇങ്ങനെ നുണ പറയാൻ? മുഴുവൻ നുണയാണ്. ഇതൊക്കെ സഹിക്കാൻ കഴിയാത്തത് ആത്മീയ തള്ളാണ്. ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. തൻ്റെ ഉള്ളിൽ ഒരു സന്യാസി ഉണ്ടത്രേ. ആ സന്യാസം കൊണ്ട് താൻ പിടിച്ചു നിൽക്കുന്നത്രേ. എല്ലാത്തിനോടും നിർമ്മമത്വമാണത്രേ. ഒന്നും തൻ്റെ കയ്യിലില്ലത്രേ. താൻ വാടക വീട്ടിൽ താമസിച്ചിട്ടുണ്ടത്രേ. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. സ്വന്തം മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്തു കൂട്ടി, എന്തെല്ലാം തോന്നിയാസങ്ങൾ കാണിച്ചു. ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി അത്യാഡംബര ഹോട്ടലുകളിൽ താമസിക്കുന്നു. ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അങ്ങേയറ്റം വരെ പോയി പക വീട്ടുന്നു. കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതിയാകുമ്പോൾ രക്ഷപ്പെടാൻ അതിനുവേണ്ടി അന്തർധാര സജീവമാക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും തിന്മകൾ ചെയ്ത് ശീലിച്ചിട്ട് സന്യാസിയാവണമെന്ന് പറയുന്നു. അഞ്ജു പാർവതി പ്രഭീഷ് എഴുതിയത് പ്രസക്തമാണ്. വളരെ ചെറിയ കുറിപ്പാണ്. അയ്യോ എത്ര സിമ്പിളായ മനിതൻ. 5 കുട്ടിയാനത്തൂക്കത്തിനുള്ള ബിരിയാണി ചെമ്പ്, അതിൽ ഇള്ളോളം സ്വർണം, പിന്നെ കൈതോലപ്പായയിൽ പൊതിഞ്ഞ ഇത്തിരി പോലും മണി, കരിമണൽ കർത്തായുടെ 2 തൊട്ട് മാസപ്പടി, മാസാമാസം കുടുംബസമേതം ദുബായ് വഴി മയോ ക്ലിനിക്ക്, തിരിച്ചു വരും വഴി ദുബായിലിറങ്ങി ലേശം ബോഞ്ചി കുടിക്കാൻ വേണ്ടി 2 ദിവസം സ്റ്റേ, ക്ലിഫ് ഹൗസിലെ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് പശുത്തൊഴുത്തിൽ മ്യൂസിക് കേട്ട് ചാണകമിടുന്ന ഗോക്കൾ, 1.5 കോടിയുടെ കക്കൂസ് ബസ്, ഐക്കൂറിയില്ലെങ്കിൽ വറ്റിറങ്ങൂല എന്ന ഹംബിൾ നേച്ചർ. ഇത്രയും സിമ്പിളായിട്ടുള്ള മനുഷ്യനെയാണ് ആ കണ്ണിൽ ചോരയില്ലാത്ത കൊങ്ങികൾ പ്രപഞ്ച ദുരന്തമെന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഒരു സൂചനയാണ്. പിണറായിയുടെ ജീവിതശൈലിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ കാണുന്നത് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടതാണ്. താൻ താമസിക്കുന്ന വീടിന് ചുറ്റുമതിൽ കെട്ടാനും ഗോശാല പണിയാൻ, നല്ല പാല് കുടിക്കാൻ ഗോശാല പണിയാനും 50 ലക്ഷം രൂപ മാറ്റിവെച്ച ആളാണ്. വാഹനങ്ങൾ 1ഉം 2ഉം പോരാത്തത് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ വാങ്ങി നാട്ടുകാരെ മുടിപ്പിച്ച് നടക്കുന്ന ആളാണ്. എന്നിട്ട് താൻ ഒന്നുമില്ലത്രേ, ദാനശീലനാണത്രേ, സന്യാസിയാണത്രേ. ഒരു മര്യാദ വേണ്ടേ? ശോഭാസന എന്ന് പറഞ്ഞാണ് ശരി. പിണറായിയുടെ മുഖം കണ്ട ജനം കാർക്കിച്ചു തുപ്പുമെന്നറിയാം. ജനം അപ്പോൾ തന്നെ ചാനൽ മാറ്റുമെന്നറിയാം. അതേസമയം മോഹൻലാലിന്റെ സ്ഥിതി അങ്ങനെയല്ല. മോഹൻലാലിന്റെ മുഖം കാണിച്ച് അതിലൂടെ പിണറായിയുടെ മുഖം കാണിക്കാനുള്ള തട്ടിപ്പാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മുഖം കാണുമ്പോൾ ആളുകൾക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ മോഹൻലാലിന്റെ മുഖം കണ്ടാൽ ആളുകൾക്ക് വലിയ താല്പര്യമാണ്. അപ്പൊ എന്തുണ്ടായി? മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ മുഖം ആളുകൾ കാണാൻ വേണ്ടി നമ്മുടെ സിനിമാ മേഖലയിലെ അബ്രപ്പാളികളിലെ മുടിചൂടാ മന്നനായിട്ടുള്ള മോഹൻലാലിനെ കൊണ്ടുവന്നിരുത്തി ഇന്റർവ്യൂ നടത്തേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തകർന്നു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്യാസത്തിന്റെ കാര്യത്തെക്കുറിച്ച് കമൽജിത്ത് കമലാസനൻ എഴുതിയിരിക്കുന്ന കുറിപ്പ് കേൾക്കേണ്ടതാണ്. എന്താണ് സന്യാസം? ഗുരുവായ അരിസ്റ്റോട്ടിലിൽ നിന്നും ഡയോജനിസിന്റെ മഹത്വം മനസ്സിലാക്കി അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തെ കാണാൻ ചെന്നു. ഡയോജനിസിന്റെ സാന്നിധ്യം കൊണ്ട് പ്രഭാവിതനായി തീർന്ന അലക്സാണ്ടർ തനിക്കിനി ഒരു ജന്മമുണ്ടെങ്കിൽ ഡയോജനിസായി പിറക്കണം എന്ന ആഗ്രഹം അദ്ദേഹത്തോട് പങ്കുവച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഡയോജനിസ് അലക്സാണ്ടറോട് ഇപ്രകാരം പറഞ്ഞു പോലും, നിന്നെ ആരാണ് ഡയോജനിസ് ആകുന്നതിൽ നിന്നും തടയുന്നത്? വേണമെങ്കിൽ ഈ നിമിഷം തന്നെ നിനക്ക് ഡയോജനിസ് ആകാൻ കഴിയും. ലോകം പിടിച്ചെടുക്കണമെന്ന നിന്റെ ആഗ്രഹം ഉപേക്ഷിക്കുക. രാജകീയ ചിഹ്നങ്ങളും വസ്ത്രങ്ങളും ത്യജിക്കുക. നഗ്നനായി ഇവിടെ താമസിക്കുക. ഇവിടെ ഞാനും എൻ്റെ ഗുരുവായ നായയും മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ സുഖമായി താമസിക്കാം. എന്തിന് അടുത്ത ജന്മം വരെ നീ കാത്തിരിക്കുന്നു? ഇപ്പോൾ ഈ നിമിഷം നിനക്ക് വേണമെങ്കിൽ
ഡയോജനീസ് ആകാൻ കഴിയും. അലക്സാണ്ടർ പറഞ്ഞു, എനിക്കിപ്പോൾ അത് കഴിയില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ എനിക്ക് ലോകത്തെ കീഴടക്കേണ്ടതുണ്ട്. അത് നേടിയെടുത്താൽ എനിക്കത് ഉപേക്ഷിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്കത് സാധിക്കില്ല, കാരണം ലോകത്തെ കാൽ കീഴിലാക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ പകുതിയിൽ വീഴും എന്നതിൽ സംശയമില്ല. ഇനി അഥവാ ലോകത്തെ കീഴടക്കിയെന്ന് കരുതുക, അപ്പോഴും നിങ്ങൾക്ക് അതിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നേടിയെടുത്തത് ഉപേക്ഷിക്കുക അസാധ്യമായിരിക്കും. ഡയോജനസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അലക്സാണ്ടറും ഡയോജനസും ഒരേ ദിവസമാണ് മരിച്ചത്. തനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല എന്ന് ലോകം മനസ്സിലാക്കാൻ ശവപ്പെട്ടിക്ക് വെളിയിൽ തൻ്റെ കൈകളിടണം എന്ന് ജനറൽമാരോട് ദുഃഖിതനായി അലക്സാണ്ടറും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഡയോജനസും. വൃദ്ധർക്ക് സന്യാസിയാകാൻ കഴിയുമോ? ചെറുപ്പക്കാരെ സന്യാസത്തിലേക്ക് ബുദ്ധൻ നയിച്ചതും ഈ കഥയുമായി കൂട്ടി വായിക്കാൻ നമുക്ക് കഴിയും. സപ്തതിക്ക് ശേഷം ബ്രഹ്മചര്യവ്രതം താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ചെറുപ്പത്തിൽ ഊർജം അതിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരന് ലൈംഗിക തൃഷ്ണയെയും അധികാരമോഹത്തെയും അത്യാഗ്രഹത്തെയും ത്യജിക്കാൻ കഴിഞ്ഞാൽ അത് മഹത്തരമായി മാറും എന്ന് ബുദ്ധൻ അറിയാമായിരുന്നു. കിളവനായതുകൊണ്ട് ഒരാളും മഹാനാകുന്നില്ല. അയാൾ ലോകപരിചയം കൊണ്ട് കൂടുതൽ തന്ത്രശാലിയായേക്കും, കൂടുതൽ ഡിപ്ലോമാറ്റിക്കായി പെരുമാറിയിരിക്കും. അയാൾക്ക് ദക്ഷിണാശാലിയോ ധ്യാനാത്മകനോ ആകാൻ കഴിയില്ല. ജന്മം കൊണ്ട് അവൻ വിഡ്ഢിയാണെങ്കിലും മരിക്കും വരെ അവൻ മണ്ടൻ തന്നെയായിരിക്കും. ധ്യാനാത്മകത്വത്തിന് മാത്രമേ അവനെ വിവേകശാലിയാക്കാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവനോ ശ്രീരാമകൃഷ്ണനോ ആകാൻ കഴിയില്ല എന്ന ബോധമുണ്ടാകുമ്പോൾ അവൻ ഓഷോയോ ജിദ്ദുവോ ആകാൻ ശ്രമിക്കും. അത് നടക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ, മുഴുവൻ സന്യാസവും 3G ആയി ഉറപ്പാകുമ്പോൾ അവൻ ചെന്നെത്തുന്നത് നിത്യാനന്ദയിലോ ഗുർബീത് സിംഗിലോ ഒക്കെ ആകും. നാളെ അധികാരം ഉപേക്ഷിച്ച്, ബന്ധങ്ങൾ ഉപേക്ഷിച്ച് തെരുവിൽ ഭിക്ഷപാത്രവും കൊണ്ട് ഇറങ്ങാൻ കഴിയുമെങ്കിൽ പിണറായി വിജയനിൽ പരിവർത്തനമുണ്ടായി എന്ന് വിശ്വസിക്കാം. പ്ലാൻ ചെയ്ത ആശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുവനും മോഹരഹിതർ ആവുകയില്ല. 10 വർഷം മുഖ്യനായിട്ട് മതിയാകാതെ വീണ്ടും മത്സരിക്കുന്ന ഒരാൾ ഉള്ളതുകൊണ്ട് തൃപ്തിയടയുന്ന ആളുമല്ല. സന്യാസാശയങ്ങൾ ഉള്ളിലുണ്ടായിട്ടും കാര്യമില്ല, സന്യാസ യോഗം വേണം. 10 വർഷം ഈ കസേരയിലിരുന്ന് ഈ നാട് നശിപ്പിച്ചിട്ട് 5 വർഷം കൂടി ഈ നശീകരണം തുടരാൻ വേണ്ടി വയ്യാത്ത ഉടലും വെച്ചുകൊണ്ട് മത്സരിക്കുന്ന വിജയൻ പറയുകയാണ്, താൻ സന്യാസിയാണത്രേ. ആർക്കാണ് ഇത് കേട്ട് ചിരിക്കാതിരിക്കാൻ കഴിയുന്നത്? എന്തായാലും ഈ പബ്ലിക് റിലേഷൻ സ്റ്റണ്ട് അക്ഷരാർത്ഥത്തിൽ ചീറ്റിപ്പോയി. ഹാരിസ് അറബി ഇങ്ങനെ എഴുതുന്നു: പ്രിയങ്കരനായ നടൻ മോഹൻലാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖം ഒരു പൊളിഞ്ഞ PR എക്സൈസ് ആയിരുന്നു. കാശ് വാങ്ങി ഇത് സംഘടിപ്പിച്ച ഏജൻസി ആരായിരുന്നാലും അവരുടെ കയ്യിൽ നിന്നും കാശ് തിരിച്ചു മേടിക്കാൻ നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ ഇമേജിൽ എന്തെങ്കിലും മൈൽ സ്റ്റോൺ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിരിക്കും ഇതെന്നാണ് കരുതിയത്. മുഖ്യമന്ത്രിക്ക് തന്റെ നയങ്ങൾ, ഭാവി കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ, അതിന് പരിഹാരങ്ങൾ എങ്ങനെ, കേരളം അടുത്ത 10 വർഷത്തേക്ക് എങ്ങനെയാവണം, ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് പറയേണ്ടിയിരുന്നത്. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. തീർച്ചയായും ചോദ്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് കാണും. പ്രത്യേകിച്ച് VD സതീശനെ പോലെ, നായനാരെ പോലെയോ കെ കരുണാകരനെ പോലെയോ EMSനെ പോലെയോ സ്പോണ്ടേനിയസായി മറുപടി പറയാൻ കഴിവുള്ള ആളല്ല പിണറായി വിജയൻ. അടിച്ചു തൊലി പൊളിക്കുക, മകളെ തട്ടിക്കൊണ്ടു പോവുക തുടങ്ങിയ ഒരിക്കലർക്ക് ചീറ്റിപ്പോയ പടക്കങ്ങൾ തന്നെ വീണ്ടും പൊതിഞ്ഞുകെട്ടി അവതരിപ്പിച്ചു നോക്കി. എന്തൊരു അരോചകമാണിത് എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നില്ല. എത്രയോ കാലം മുമ്പ് പിണറായിയുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു. ഇന്ന ആളുകൾ ആണ് അതിൻ്റെ പിന്നിലെന്ന് പിണറായി വിജയൻ്റെ സുഹൃത്തായ എന്നാൽ CPM കാരനല്ലാത്ത ഒരാൾ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത്. എന്നാൽ സുഹൃത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ ആരെക്കുറിച്ചാണ് എന്ന് എന്തുകൊണ്ടാണ് പിണറായി പറയാത്തത്? പച്ചക്കളവാണ് പിണറായി പറയുന്നത് എന്ന് തന്നെ കരുതണം. എൻ്റെ മക്കളാണ് എൻ്റെ വീക്ക്നെസ് എന്ന ഒരു ചോദ്യത്തിന് പിണറായി നൽകുന്ന ഉത്തരം വളരെ സത്യസന്ധമാണ്. അതിൻ്റെ ഫലമാണ് കേരളം അനുഭവിക്കുന്നത്. പിണറായി വിജയന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചോദ്യങ്ങളൊന്നും മോഹൻലാൽ ചോദിച്ചില്ല. മോഹൻലാലിനോട് എന്തെങ്കിലും ചോദിക്കത്തക്ക സിനിമാ അറിവുകൾ പിണറായി വിജയനും ഉണ്ടായിരുന്നില്ല. ഒരു തല്ലിപ്പൊളി പടം പൊട്ടി, അത്രയേ ഉള്ളൂ ഹാരിസ് അറബി. ഇതാണ് അതിൻ്റെ വാസ്തവം.